നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ടി.ജെ. ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. റെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. ആലപ്പുഴ കാരിക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം പി ചിത്രരഞ്ജൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി അമരോദ്ഭവ മാതാവിന്റെ ദർശന തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ആലപ്പുഴ ലിയോ 13 HSS NCC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ടി.ജെ. ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പി ചിത്രരഞ്ജൻ എം.എൽ.എ അധ്യക്ഷനായി. തൊഴിൽ നിയമങ്ങളാണ്. രണ്ടാം ഗവൺമെന്റ് അതിന് രൂപം നൽകുന്നു. മൂന്നാമത്തെ ഗവൺമെന്റ് അതിന്റെ നടപടികളിലേക്ക് നീങ്ങുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദി ഈ ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ, ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ താല്പര്യങ്ങൾ മുഴുവൻ ഹനിക്കുന്ന നിയമം അത് പ്രാബല്യത്തിൽ വരുമ്പോൾ അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിക്കുകയുണ്ടായി. ദക്ഷിണാഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇത്രയും താമസിച്ചത്? പാർലമെന്റ് പാസാക്കിയ ആ ഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കിക്കൂടെ? അപ്പൊ രാജ്യത്ത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളർന്നു വന്ന അതിശക്തമായ തൊഴിലാളികളുടെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ അത് അവസാനിക്കാൻ പോകുന്നില്ല. ഫാസിസ്റ്റ് വാഴ്ച ആരംഭിക്കുന്നതിന് തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും ട്രേഡ് യൂണിയനുകൾക്കെതിരായിട്ടാണ്. ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ ആധിപത്യം ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കശാപ്പിയതുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ ലേബർ കോഡുകൾ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. പ്രതിഷേധ ദിനാചരണ ഭാഗമായി ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ചും നടത്തി. ആലപ്പുഴ നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. പ്രതിഷേധ പ്രകടനം കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AITUC സംസ്ഥാന പ്രസിഡന്റ് ടി.ജെ. ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തെ തുടർന്ന് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി പി ചിത്രരഞ്ജൻ എം.എൽ.എ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, അമ്പലപ്പുഴ MLA H. സലാം, CB ചന്ദ്രബാബു, V. മോഹൻദാസ്, DP മധു, AM ഷിറാസ് എന്നിവർ സംസാരിച്ചു. PP പവനൻ, R. പ്രദീപ്, VS മണി, KL ബെന്നി, VB അശോകൻ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. റെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. ആലപ്പുഴ കാരിക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം പി ചിത്രരഞ്ജൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ 5ാമത് ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. കണ്ണൻവർക്കി പാലത്തിന് കിഴക്ക് കയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം പി ചിത്രരഞ്ജൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ചരടുകളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അടിമുടി പരിഷ്കരിച്ചിരിക്കുന്നൊരു കാലമാണ്. മാസങ്ങൾ, വർഷങ്ങൾ കയറിയിറങ്ങി കാല് തേഞ്ഞാലേ പലതിനും യേസായാലും നോയായാലും ഉണ്ടാവൂ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് A. രാജേന്ദ്രൻ കുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ U. പ്രഭ മുഖ്യപ്രഭാഷണം നടത്തി. സിനി, N. മധു, N.T. മൈക്കിൾ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ A.K. മഞ്ജുമോൻ യോഗത്തിന് സ്വാഗതവും ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ ഷീന ജോസഫ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് കെട്ടിട നിർമ്മാണ ചട്ടത്തെക്കുറിച്ചുള്ള ക്ലാസ് നടന്നു. കൊല്ലം കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഫീറസ് കാരിക്കോട് ക്ലാസ് നയിച്ചു. പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി അമരോദ്ഭവ മാതാവിന്റെ ദർശന തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഈ മാസം 28 മുതൽ ഡിസംബർ 15 വരെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. നവംബർ 28 കൊടിയേറ്റ് ദിനമാണ്. നവംബർ 28-ാം തീയതി വൈകുന്നേരം 7:30 മണിക്കാണ് പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കപ്പെടുന്നത്. അതോടുകൂടെ പെരുന്നാളിൻ്റെ എല്ലാ ആഘോഷങ്ങളിലേക്കും നമ്മൾ പ്രവേശിക്കുകയായി. നട തുറക്കുന്നത് ഡിസംബർ 6-ാം തീയതിയാണ്. അതും ഒരു വ്യത്യാസം ഈ വർഷമുണ്ട്. കുറേ കാലങ്ങളായിട്ട് രാത്രി 12 മണിക്ക് നട തുറന്നിരുന്ന ഒരു പാരമ്പര്യമാണ് 6-ാം തീയതി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിസംബർ 6-ാം തീയതി വെളുപ്പിനെ 5 മണിക്ക് ആലപ്പുഴ രൂപത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി അമലോദ്ഭവ മാതാവിന്റെ ദർശന തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി ഫാദർ പോൾ ജെ അറക്കൽ, സഹവികാരി ഷെല്ലി ആന്റണി അറക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 28 മുതൽ ഡിസംബർ 15 വരെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. തിരുനാളിന് മുന്നോടിയായി ഈ മാസം 27-ന് തിരുനാൾ വിളംബര ഇരുചക്രവാഹന റാലി സംഘടിപ്പിക്കും. അർത്തുങ്കൽ സെയിന്റ് ആൻഡ്രൂസ് ബസിലിക്കയിൽ നിന്നും ആരംഭിച്ച റാലി പൂങ്കാവ് പള്ളിയങ്കണത്തിലാണ് ജാഥ സമാപിക്കുന്നത്. 28-ന് രാത്രി 8 മണിക്ക് തിരുനാൾ കൊടിയേറ്റ് നടക്കും. ഡിസംബർ 8 തിരുനാൾ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ആഘോഷമായ പൊന്തിഫിക്കൽ തിരുനാൾ സമൂഹ ബലി നടത്തും. ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്നാണ് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കുന്നത്. ഡിസംബർ 13-ന് സാംസ്കാരിക സമ്മേളനം നടത്തും. പ്രസുദേന്തി സെബാസ്റ്റ്യൻ AS അലക്കാട്ടുശ്ശേരി, കൈക്കാരന്മാരായ KO മൈക്കിൾ, KJ ജോൺകുട്ടി കൊച്ചിക്കാരൻ വീട്, VC ഉർമിസ്, AX ബേബി അരശ്ശേരിയിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ആലപ്പുഴ ലിയോ 13 HSS NCC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നഗരത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. സേ നോ ടു ഡ്രഗ്സ് സന്ദേശവുമായി ലഹരി വിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരംചിറ സ്പോർട്സ് ഹബ്ബുമായി സഹകരിച്ചാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. മുതിരപ്പൊഴി ബീച്ചിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി മാളികമുക്ക് ബാപ്പു വൈദ്യർ ജംഗ്ഷൻ, നാൽപ്പാലം റബ്ബർ ഫാക്ടറി ജംഗ്ഷൻ, സെക്രിയ ബസാർ കളക്ടറേറ്റ് ജംഗ്ഷൻ, കണ്ണൻവർക്കിപ്പാലം വഴി ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ മാനുവൽ ജോസ്, അസോസിയേറ്റ് NCC ഓഫീസർ ക്രിസ്ത്യൻ ജേക്കബ്, കാഞ്ഞിരച്ചിറ സ്പോർട്സ് ഹബ് പ്രസിഡന്റ് നീനു കുട്ടൻ എന്നിവർ സൈക്കിൾ റാലിക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ 100ഓളം NCC കേഡറ്റുകൾ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലിയാണ് ഇവിടെ. കുട്ടികളിൽ അമിതമായി കൂടിവരുന്ന ലഹരിക്കെതിരെ പോരാടിക്കൊണ്ട് കുട്ടികൾ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈക്കിൾ റാലി. കുട്ടികളിലെ ഈ ലഹരി ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം സുലഭമാണ്. അപ്പൊ ഈ കുട്ടികളിലെ ലഹരിയെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അവരിലേക്ക് സ്പോർട്സ് എന്ന ലഹരി, ആർട്സ് എന്ന ലഹരി, സൈക്ലിംഗ് എന്ന ലഹരി എന്നിവ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ റാലി ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. കേരള സർവോദയ മണ്ഡലം തുടക്കം കുറിക്കുന്ന കുഞ്ഞു മനസ്സിൽ ഗാന്ധി അപ്പൂപ്പൻ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ഗാന്ധി സ്മാരക നിധി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 100 സ്കൂളുകളിൽ കുട്ടികൾക്ക് ഈ പുസ്തകം എത്തിച്ചു നൽകുന്ന കുഞ്ഞു മനസ്സിൽ ഗാന്ധി അപ്പൂപ്പൻ എന്ന പദ്ധതി കേരള ഗാന്ധി സ്മാരക നിധി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് ME ഉത്തമക്കുറുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രാജു പള്ളിപ്പറമ്പിൽ, രമേഷ് കുമാർ, ജോസഫ് മാരാരിക്കുളം, ആശാ കൃഷ്ണാലയം, കൈമൾ കരുമാടി, സതീശൻ അത്തിക്കാട്, കൃഷ്ണൻകുട്ടി, ജസി രാജു എന്നിവർ സംസാരിച്ചു. പുസ്തകത്തിന്റെ കോപ്പികൾ ഡോക്ടർ N രാധാകൃഷ്ണനിൽ നിന്ന് തുമ്പോളി SNV LP സ്കൂൾ പ്രധാനാധ്യാപിക ലക്ഷ്മി പ്രിയയും TD ധ്വനി, ഫെബ ജോണി എന്നീ കുട്ടികളും ചേർന്ന് ഏറ്റുവാങ്ങി.
പുസ്തകത്തിന്റെ കോപ്പികൾ സൗജന്യമായി ലഭിക്കാൻ ഗവൺമെന്റ് സ്കൂൾ അധികൃതർ 9446182667 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും സെക്രട്ടറി രാജു പള്ളിപ്പറമ്പിൽ അറിയിച്ചു. അത് മറ്റൊന്നുമല്ല, ഗാന്ധി അപ്പൂപ്പനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. എന്തിന് ഗാന്ധി അപ്പൂപ്പൻ ചോദിക്കും? ഗാന്ധി അപ്പൂപ്പൻ ഒരു വെളിച്ചമാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ആ വെളിച്ചത്തിൽ കൂടി നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടാകുന്ന കുട്ടികൾക്ക് അത്യാവശ്യം ഉണ്ടാകുന്ന 4 ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഒരാത്മവിശ്വാസം. നിങ്ങൾ ആരെക്കാളും മോശക്കാരല്ല. നിങ്ങൾക്കെല്ലാ കഴിവുകളുമുണ്ട്. ആ കഴിവുകൾ വീണ്ടെടുക്കുവാനുള്ള ഒരു ഉപാധിയായിട്ട് വിദ്യാഭ്യാസത്തെ കാണുക. രണ്ടാമത്തെ, ആർഷഭാരത സംസ്കാരമുള്ള ഭാരതീയ സംസ്കാരം എന്തൊക്കെയാണ്? മാതാ, പിതാ, ഗുരു, ദൈവം. അതൊക്കെയാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം കല്ലല്ല, മണ്ണല്ല, മരമല്ല. ഈ പ്രപഞ്ചം മുഴുക്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ദൈവം. ആ ദൈവത്തെ നമ്മൾ പല പേരിൽ വിളിക്കുന്നു. ചിലർ കൃഷ്ണനെന്ന് വിളിക്കും. പൊതുസ്ഥലങ്ങളിലെ പ്രചാരണ സാമഗ്രികളും പരസ്യങ്ങളും അടിയന്തരമായി നീക്കണമെന്ന് ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുനിരീക്ഷക കെ ഹിമ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും പാലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ, പ്രചാരണ സാമഗ്രികൾ, പരസ്യങ്ങൾ എന്നിവ അടിയന്തരമായി നീക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പൊതുനിരീക്ഷക കെ ഹേമ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാതല യോഗത്തിലാണ് പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ബന്ധപ്പെട്ടവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും ഈ തുക സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾക്കൊള്ളിക്കുമെന്നതാണെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കെ ഹേമ അറിയിച്ചു. പൊതുനിരീക്ഷക കെ ഹേമ, ADM ആശാ സി എബ്രഹാം, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ എസ് ബിജു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിൻസ് സി തോമസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. റൺസ്ഫെഡ് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി. ആലപ്പുഴ കാരിക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി അമരോദ്ഭവ മാതാവിന്റെ ദർശന തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ആലപ്പുഴ ലിയോ 13 HSS NCC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.